India, India. Hi friends, welcome to my YouTube channel PV's Pavilion. അപ്പോൾ അങ്ങനെ ഇന്ത്യൻ വിമൻസ് നമ്മുടെ പെൺപുലികൾ ODI വേൾഡ് കപ്പ് വിജയിച്ചിരിക്കുകയാണ്. വളരെ ഭംഗിയായി കളിച്ച് ടൂർണമെൻറ്റിലുടനീളം നന്നായിട്ട് കളിച്ചു. 3 മാച്ച് ജയിക്കാവുന്നതായിരുന്നു. നമ്മൾ തോറ്റു. ലീഗ് സേന ടീംസിനോട് ലീഗ് സ്റ്റേജിൽ 3 മാച്ച് തോറ്റെങ്കിലും സെമിഫൈനൽ യോഗ്യത 4ാമതായി നേടിയെങ്കിലും മറ്റ് 3 ടീമുകളും നമുക്ക് മുകളിലായിരുന്നു. ഓസ്ട്രേലിയ ഫസ്റ്റ്, സൗത്ത് ആഫ്രിക്ക സെക്കൻഡ്, ഇംഗ്ലണ്ട് തേർഡ്, ഇന്ത്യ ഫോർത്ത് 4ാമതായി ഫിനിഷ് ചെയ്ത ഒരു ടീം ആ ടൂർണമെൻറ്റ് ജയിച്ച് കപ്പ് നേടുക എന്നുള്ളത് അതും ഒരു റെക്കോർഡാണ്. ഓക്കെ, അപ്പോൾ എന്ത് വന്നാലും നമ്മൾ ജയിച്ചിരിക്കും എന്നുള്ള ഒരു കോൺഫിഡൻസ്, ആത്മവിശ്വാസത്തിൻ്റെയും പിന്നെ 140 കോടി ജനങ്ങളുടെ പ്രാർത്ഥനയുടെയും ഫലമായി നമ്മുടെ പെൺപുലികൾ കരുത്ത് കാണിച്ചുകൊണ്ട് തന്നെ വിജയിച്ചിരിക്കുകയാണ്. ഓക്കെ, ലാസ്റ്റ് മാച്ച് വന്ന്, അതായത് ഫൈനൽ മാച്ച് ഇന്ത്യ സൗത്ത് ആഫ്രിക്ക, സെമിഫൈനലിൽ ഇന്ത്യ ഓസ്ട്രേലിയ. കരുത്തരായ ഓസ്ട്രേലിയയെ തോൽപ്പിച്ചുകൊണ്ട് നമ്മൾ ഫൈനൽ യോഗ്യത നേടി. ഫൈനലിൽ കരുത്തരായ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചു വന്ന സൗത്ത് ആഫ്രിക്ക നമുക്കെതിരായിട്ട് ഫൈനലിൽ. അപ്പോൾ ഫൈനലിൽ വന്നു കഴിഞ്ഞാൽ നമ്പർ 1 നമ്പർ 2 എന്നുള്ള രീതിയിലാണ് ഫിനിഷ് ചെയ്യുക. ഏതായാലും നമ്മൾ തോറ്റാലും നമ്പർ 2 ആണെന്നുള്ളൊരു തീര്. പക്ഷേ അതിനൊന്നും നമ്മൾ അവസരം കൊടുത്തില്ല. നമ്മുടെ കുട്ടികൾ വളരെയധികം ആത്മവിശ്വാസത്തോടു കൂടി കളിച്ച് ടൂർണമെൻറ്റ് ജയിച്ചിരിക്കുകയാണ്. ICC ടൂർണമെൻറ്റിൻ്റെ ഒരു കപ്പ് കൂടി ഇന്ത്യയുടെ ഷെൽഫിലേക്ക് അവർ കൊണ്ടുവന്ന് വച്ചിരിക്കുകയാണ്. സോ റിയലി പ്രൗഡ് ഓഫ് യു ഗേൾസ്. ആ കളിച്ച രീതി, ഫൈനൽ കളിച്ച രീതിയാണ് നമ്മൾ നോക്കേണ്ടത്. ഒരു ചാൻസും തരാതെ മുന്നേറിക്കൊണ്ടിരിക്കുന്നൊരു ടീമാണ് സൗത്ത് ആഫ്രിക്ക. ഓക്കെ, സൗത്ത് ആഫ്രിക്ക ടോസ് ജയിച്ച് ഇന്ത്യയെ ബാറ്റിങ്ങിന് വിട്ടു. അപ്പോൾ തന്നെ അവർ കണക്ക് കൂട്ടിയത് വൈകിട്ട് ഇന്ത്യക്ക് ബൗൾ ചെയ്യേണ്ടി വരും. അപ്പോൾ ഡ്യൂ വരും, മഞ്ഞ് കണങ്ങളെ കൊണ്ട് ഗ്രിപ്പ് കിട്ടത്തില്ല ബോളിൽ. സ്പിന്നേഴ്സിന്, നമ്മളെ കരുത്തിൽ സ്പിന്നേഴ്സാണ്, അവർക്ക് സ്പിന്ന് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് നമ്മളെ ആദ്യം ബാറ്റിങ്ങിന് അയക്കുകയായിരുന്നു. പിന്നെ അവർക്ക് സുഖമായിട്ട് അടിച്ചെടുക്കാമെന്നുള്ളൊരു അവരുടെ തീരുമാനം ശരിവെക്കുന്ന രീതിയിലല്ല കളി തുടങ്ങിയത്. കാരണം നമ്മൾ ഓപ്പണേഴ്സ് ഷെഫാലി വർമ്മ ആൻഡ് സ്മൃതി മന്ദാന, ഇവർ 2 പേരും കളിച്ച് തുടങ്ങിയത് വളരെ കരുതലോടുകൂടിയും എന്നാൽ കാൽക്കുലേറ്റഡ് റിസ്ക് എടുത്തുകൊണ്ടാണ്. ഒരു സെഞ്ചുറി പാർട്ട്ണർഷിപ്പ് നേടാൻ അവർക്കായി. 104 റണ്ണിലാണ് നമ്മുടെ ആദ്യ വിക്കറ്റ്. അതായത് വളരെ അൺഫോർച്ചുനേറ്റ്ലി സ്മൃതി മന്ദാന 45 റൺസ് എടുത്തിട്ട് ഔട്ടാവുന്നത്. അതിനുശേഷം ഒറ്റയും തെറ്റായിട്ടുള്ള വിക്കറ്റുകൾ വീണുകൊണ്ടിരുന്നു. പക്ഷേ നമ്മൾ ഓപ്പണർ ഷെഫാലി വർമ്മ ഈ ടീമിലില്ലായിരുന്നു. ഷി വാസ് നോട്ട് ഇൻ ദി സ്കീം ഓഫ് തിങ്സ്. പ്രതിക റാവൽ ഓപ്പണറായിട്ട് വളരെ ഭംഗിയായിട്ട് 300 സംതിങ് റണ്ണൊക്കെ എടുത്ത് ടോട്ടൽ എടുത്തിട്ടുണ്ട്. പക്ഷേ അവർക്ക് ലാസ്റ്റ് ലീഗ് മാച്ചിൽ അഗൻസ്റ്റ് ന്യൂസിലാൻഡ് പരിക്ക് പറ്റുകയും സെമിഫൈനലിൽ കളിക്കാൻ അവർ അവൈലബിൾ അല്ലാതാവുകയും ചെയ്തു. ട്രീറ്റ്മെൻറ്റിലായിരുന്നു. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ അതുപോലെ തന്നെ നല്ല ഒരു തൂഫാനി ബാറ്റ് ചെയ്യുന്നൊരു കുട്ടി തന്നെ വേണം എന്നുള്ളൊരു ഐഡിയയിലാണ് ഷെഫാലി വർമ്മ. അവൾ വീട്ടിലിരുന്നാണ്ട് കളി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഡൽഹിക്കാരി കുട്ടിയെ ഷെഫാലി വർമ്മ, ഷീസ് യങ്, ഒരു യങ് പ്രോഡിജി ആയിട്ട് ക്രിക്കറ്റിൽ വന്ന, പക്ഷേ ഈ ടൂർണമെൻറ്റിലേക്ക് അവൾ ബേസിക്കലി സെലക്ട് ആയില്ലായിരുന്നു. അങ്ങനെ അവളെ തിരിച്ചു വിളിക്കുകയാണ് ഉണ്ടായത്. അവൾ വന്ന് സെമിഫൈനലിൽ ഓസ്ട്രേലിയയായിട്ട് കാണിച്ചു. കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല, 10 റൺ എടുത്ത് ഔട്ടായി. പക്ഷേ ഇത്തവണ ഷി വാസ് ടോട്ടലി അബ്സല്യൂട്ട്ലി ഡിറ്റർമൈൻഡ്. നല്ല സ്കോർ പേ, അതായത് 6ൻ്റെ ആവറേജിന് മുകളിലായിട്ട് ഓരോ ഓവറിലും റണ്ണെടുത്ത് നല്ല ആക്രമിച്ച് കളിച്ചു. നല്ല സൂപ്പറായിട്ട് കളിച്ചു. ഒരു 87 റൺസ്
നേടിയിരിക്കുകയാണ്. ഓക്കെ, അവർക്ക് കൂട്ടായിട്ട് ജമീമ നമ്മളെ സൂപ്പർ സ്റ്റാർ ആയിരുന്നു ഓസ്ട്രേലിയയുടെ അഗൻസ്റ്റുള്ള സെമി ഫൈനലിൽ. പക്ഷേ അവൾക്ക് കാര്യമായിട്ടും ചെയ്യാൻ പറ്റില്ല. എന്നാലും ഒരു സ്റ്റഡിയാക്കി, ഇന്നിങ്സ് സ്റ്റഡിയാക്കി 24 റൺസ് എടുത്ത് ഔട്ടായി ജമീമ. പിന്നെ ഹർമാൻ ക്യാപ്റ്റൻ കാര്യമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല, 20 റൺസിൽ ഔട്ടായി. ബട്ട് ഡിപ്പെൻഡബിൾ എന്ന് പറയുന്ന രീതിയിലുള്ള നമ്മളെ ദീപ്തി ശർമ്മ, ഷീസ് ആൻ അബ്സല്യൂട്ട് ഓൾറൗണ്ടർ, നല്ലൊരു സ്പിന്നറാണ്. അവർ നന്നായിട്ട് ബാറ്റ് ചെയ്തു. 58 റൺസ് റൺ എ ബോൾ സ്കോറാണ്. 58 റൺസ് ഔട്ട് ഓഫ് 58 ബോൾസ്. അത് കഴിഞ്ഞ് റിച്ച വന്നിട്ട് നല്ല ഫോമിലായിട്ട് വന്ന് 2 സിക്സൊക്കെ അടിച്ച് നല്ല അടിപൊളിയായിട്ട് ഒരു ഫാസ്റ്റായിട്ട് ഒരു 34 റൺസ് എടുത്തു. അങ്ങനെ നമ്മളൊരു 298 റൺ എടുത്ത് 299 എടുത്താൽ ജയിക്കാമെന്നൊരു ടാർഗറ്റ് സൗത്ത് ആഫ്രിക്കയ്ക്ക് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇവരുടെ സൗത്ത് ആഫ്രിക്ക നമ്മളെ അഗൻസ്റ്റ് ബൗൾ ചെയ്തവരിൽ കാക്ക, അതായത് അയബോങ്ങ കാക്ക, അവർ ഒരു നീഗ്രോ യുവതിയാണ്. ഷീ ഈസ് എ വണ്ടർഫുൾ ബൗളർ. 3 വിക്കറ്റ് എടുത്തിരിക്കുകയാണ്. 3 4 58 റൺസ്. പിന്നെ മലാബ, ഡി ക്ലാർക്ക്, ഷോൾട്രൺ, ഈ 3 പേരും ഓരോ വിക്കറ്റ് വീതം വീഴ്ത്തി. അങ്ങനെ 299 എന്ന ടാർഗറ്റ് സൗത്ത് ആഫ്രിക്കയ്ക്ക് കൊടുത്തു. അപ്പോൾ സൗത്ത് ആഫ്രിക്ക വന്നിട്ട് അത് നല്ല ഒരു രീതിയിൽ അവർക്ക് നല്ല 300ൻ്റെ മുകളിൽ സ്കോർ പോയില്ലെന്ന് സമാധാനത്തോടു കൂടി ഡ്യൂ ഉണ്ടാകുമ്പോൾ ഇന്ത്യയുടെ ബോളിംഗ് മികവറ്റതാവില്ല എന്നുള്ളൊരു പ്രതീക്ഷയിലൊക്കെയാണ് അവർ വന്ന് കളിച്ചത്. ഓക്കെ, അവർ വന്ന് കളിച്ചു. അപ്പോൾ അവരുടെ ഒരു ഓർഡിനറി സ്റ്റാർട്ടിംഗ് ആയിരുന്നു. അതായത് 51 റൺസിലെങ്ങാണ്ട് ഫസ്റ്റ് വിക്കറ്റ് അവർക്ക് പോയി, നഷ്ടപ്പെട്ടു. അതായത് ടാജ്മിൻ ബ്രിഡ്സ് റണ്ണൗട്ടായി, സൂപ്പർ ഒരു ഫീൽഡിങ്ങിലൂടെ റണ്ണൗട്ടാക്കി അവരെ. പക്ഷേ അവരുടെ ക്യാപ്റ്റൻ ഓപ്പണറായി വന്നിട്ട് ലോറ വോൾവാർട്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും പരമ്പരയുടെ താരമാണ് അവർ. എല്ലാ മാച്ചിലും വളരെ ഭംഗിയായിട്ട് കളിച്ച് ടോട്ടൽ 571 റൺസാണ് ടൂർണമെൻറ്റിൽ നേടിയിരിക്കുന്നത്. ടോപ്പ് സ്കോററാണ്, എല്ലാം ടൂർണമെൻറ്റിൻ്റെ ടോപ്പ് സ്കോററാണ് ലോറ വോൾവാർട്ട്. സെഞ്ചുറി അടിച്ചു, 101 റൺ അടിച്ചു. ലോറ വോൾവാർട്ട് ഔട്ടാവുന്നത് വരെ ഇന്ത്യക്ക് ടെൻഷൻ തന്നെയായിരുന്നു. ഈ കളി എപ്പോൾ വേണമെങ്കിലും അവരടിച്ചുകൊണ്ട് പോകുന്നുള്ള രീതിയിൽ. എന്നാലും അവിടെ ഔട്ടായതോ അമൻജോത് കൗർ 2 പ്രാവശ്യം എന്താ പറയുന്നത് ഇത് ചെയ്തിട്ടാണ് ജഗിൾ ചെയ്തിട്ടാണ് 3ാമത്തെ അറ്റംപ്റ്റിലാണ് ആ ക്യാച്ച് കിട്ടിയത്. അത് 140 കോടി ജനങ്ങളുടെ പ്രാർത്ഥനയിൽ കിട്ടിയൊരു ക്യാച്ചാണെന്ന് നമുക്ക് പറയാം. അങ്ങനെ ലോറ വോൾവാർട്ട് ഔട്ടായതോടുകൂടി ഓൾമോസ്റ്റ് മാച്ച് നമ്മുടെ കയ്യിൽ വന്നു. പിന്നെ അവസാനം അതായത് ഡെറക്സൺ, ഡി ക്ലാർക്ക് എന്നിവർ പൊരുതി നോക്കിയെങ്കിലും അവർക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല. 246 റണ്ണിൽ 46ാമത്തെ ഓവറിൽ സൗത്ത് ആഫ്രിക്ക ഓൾ ഔട്ടായി. ഓക്കെ, എല്ലാവരും ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. ഓക്കെ, നമ്മുടെ പെൺപുലികളുടെ ഒരു സൂപ്പർ അച്ചീവ്മെൻ്റാണത്. അപ്പോൾ ഇതിനകത്ത് പ്ലെയർ ഓഫ് ദി മാച്ച് ഷെഫാലി വർമ്മ, ആ 2 മാച്ച് മാത്രം കളിക്കാൻ വേണ്ടി വന്ന ആ കുട്ടി പ്ലെയർ ഓഫ് ദി മാച്ചായിട്ട്. പ്ലെയർ ഓഫ് ദി സീരീസ്, പ്ലെയർ ഓഫ് ദി ടൂർണമെൻറ്റ് നമ്മളെ ദീപ്തി ശർമ്മ. അവർ 22 വിക്കറ്റുകളാണ് വീഴ്ത്തിയത്, 200-ൽ പരം റണ്ണും എടുത്തു, 250 അടിച്ചിട്ടുണ്ട്. സൂപ്പർ. അപ്പോൾ നമ്മൾ ഇഞ്ചുറി ആയിട്ട് കളിക്കാതിരുന്ന പ്രതിക റാവലിനെ ക്ഷണിച്ചിരുന്നു പ്രത്യേകം. അവർ വീൽ ചെയറിൽ ഇരുന്നുകൊണ്ട് കളി കണ്ടു. വീൽ ചെയറിലുണ്ട്, ഗ്രൗണ്ടിലെല്ലാം വിജയാഹ്ലാദത്തിൽ നമ്മൾ അവരെ കണ്ടു. ഓക്കെ, പിന്നെ അതുപോലെ ഫോർമർ ക്യാപ്റ്റൻസ് അഞ്ജും ചോപ്ര, മിഥാലി രാജ്, ജുലൻ ഗോസ്വാമി എന്നിവരെല്ലാം ഉണ്ടായിരുന്നു. അവരൊക്കെ ആയിട്ട് ഈ ട്രോഫി ഷെയർ ചെയ്തു, വേൾഡ് കപ്പ് ഷെയർ ചെയ്തു. നമ്മുടെ പ്ലെയേഴ്സ് അവരുള്ള നന്ദി പ്രകടിപ്പിച്ചു. സോ നമ്മുടെ ലോറ വോൾവാർട്ട്, ഐ ആം വെരി സോറി ഫോർ യു.
യുവർ അബ്സല്യൂട്ട് ചാമ്പ്യൻ പ്ലെയർ, ക്യാപ്റ്റൻ ഓഫ് സൗത്ത് ആഫ്രിക്ക. ആ ഒരു പ്രൊഫഷണലി കളിക്കാൻ സേന ടീമിൽ എനിക്ക് തോന്നുന്നു ഈ ടൂർണമെൻറ്റിൻ്റെ തന്നെ ശരിക്കും താരമാണ്. ടോട്ടലി മാച്വേർഡ് പ്രൊഫഷണൽ പ്ലെയർ. ലോറ, താങ്ക് യു വെരി മച്ച് ഫോർ യുവർ പെർഫോമൻസ്. അതുപോലെ തന്നെ ഇന്ത്യൻ ടീമിന് ഒരുപാട് ആശംസകൾ. വരുന്ന മാച്ചുകളിലും അവർ ശോഭിക്കട്ടെ. ഇനിയും പല വേൾഡ് കപ്പുകളും അതുപോലെ വ്യത്യസ്തങ്ങളായ കപ്പുകളൊക്കെ നമ്മളുടെ ഇന്ത്യയിലേക്ക് അവർ കൊണ്ടുവരാൻ അവർ പ്രാപ്തരാകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും അത് ചെയ്യുക. ഓക്കെ, ഷെയർ ചെയ്യുക. അടുത്തുള്ള ഫ്രണ്ട്സിനും സുഹൃത്തുക്കൾക്കും അതേമാതിരി ബന്ധുമിത്യാദികൾക്കൊക്കെ ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.